അടുത്ത വർഷം നമുക്കൊരു കോൺഫറൻസ് വേണ്ടേ? പ്രൈസ് ദി ലോർഡ്. അടുത്ത വർഷം ഒരു കോൺഫറൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കരങ്ങളെ ഉയർത്തിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അടുത്ത വർഷത്തെ നമ്മുടെ കോൺഫറൻസ് ദൈവം അനുവദിച്ചാൽ ഏപ്രിൽ മാസം 18, 19 തീയതികളിൽ നടത്തുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് ഒരു സ്ഥലം ഞങ്ങൾ ചിന്തിക്കുകയും പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി തീരുകയും ചെയ്തു. ദൈവം അനുവദിച്ചാൽ ഏപ്രിൽ മാസം 18, 19 തീയതികളിൽ സൗത്ത് ആംപ്ടണിൽ വെച്ച് കോൺഫറൻസ് നടത്തുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരുമായിട്ട്, എല്ലാവരും ഇവിടെ ഇല്ലെങ്കിലും ഇവിടെയുള്ള ദൈവദാസന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരത് താല്പര്യമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ദൈവത്തിന് സ്വന്തം ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ദൈവം അനുവദിച്ചാൽ 2014 സൗത്ത് ആംപ്ടൺ, ആ സൗത്തിലുള്ള ഒത്തിരി ചർച്ചുകളുണ്ട്. ചെറിയ ചർച്ചുകളാണെങ്കിലും ധാരാളം ചർച്ചുകൾ അവിടെ ഉണ്ട്. ഒരുമിച്ച് നമുക്ക് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരവസരം കർത്താവ് ഒരുക്കുന്നു. ഇന്ന് മുതൽ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. അത് മറ്റുള്ളവരോട് അറിയിക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, തിരുനാമത്തിന് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന പിതാവേ, ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് ഒരുമിച്ച് വീണ്ടും തിരുമുഖത്തേക്ക് നോക്കുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന പിതാവേ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളെ പരിപാലിച്ച ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിന് ഞങ്ങൾ ഒരുമിച്ച് മഹത്വം കരയേറ്റുന്ന പിതാവേ, ഇന്ന് രാത്രികാലം ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന പിതാവേ, ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന പിതാവേ, ഇന്ന് രാത്രികാലം കർത്താവെ മാറ്റമില്ലാത്ത വചനം അതേ വിശുദ്ധിയിൽ അതേ ശക്തിയിൽ കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന പിതാവേ, ഇന്ന് രാത്രികാലം ഇവിടെ നീട്ടപ്പെട്ട സ്തോത്ര വഴിപാടിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നീട്ടിയ കരങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങൾക്ക് നൽകിയ കർത്താവെ ദാനത്തിൽ നിന്ന് കർത്താവെ ഇതിൻ്റെ ഓഹരി ദൈവനാമത്തിന് വേണ്ടി ഞങ്ങൾ കൊടുത്തത് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ നീട്ടിയ കരങ്ങളെ ദൈവം അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ, സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറന്ന സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ കർത്താവേ, ഹല്ലേലൂയ, ഒന്നിനും കുറവില്ലാതെ ഒന്നിനും മുട്ടില്ലാതെ കർത്താവ് പ്രിയപ്പെട്ടവരെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, പ്രത്യേകിച്ച് കർത്താവേ ഇവിടെ പറയപ്പെട്ട ആ തേജസ്രാജി എന്ന് പറയുന്ന ആ പൈതലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവേ, അത്ഭുത വിടുതലും ആശ്വാസവും ദൈവം നൽകണമേ കർത്താവേ. ദൈവസഭ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവേ, അത്ഭുത വിടുതലിന്റെ ദൈവം നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന പിതാവേ, തേജ് തുറന്ന് നടക്കുന്ന ശുശ്രൂഷകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം കർത്താവേ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായിരിക്കാൻ, ഇരുവായത്തിലുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതായിരിക്കാൻ, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കുന്നവരെ തുളച്ചെല്ലുന്നതായിരിക്കാൻ, ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും അത് വിവേചിച്ചറിയുന്നതായിരിക്കാൻ, ഇന്ന് രാത്രികാലം കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ, തിരുനാമം ഞങ്ങളുടെ മഹത്വം എടുക്കണം, വരവിനായി ഞങ്ങളെ ഒരുക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഭാരവാഹികളും എല്ലാവരും വളരെ സന്തോഷത്തോടെ രണ്ടുപേരെയും അത് ക്ഷണിപ്പാനായിട്ട് കർത്താവ് താല്പര്യം തോന്നി. പാസ്റ്റർ ജേക്കബ് മാത്യുവിനെ സംബന്ധിച്ച് ഇതിനു മുൻപ് ഒരു പ്രാവശ്യം MBയുടെ ബന്ധത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ UK വന്നപ്പോൾ ആദ്യമായിട്ട് കൂടിയ കോൺഫറൻസാണ് MBA, മലയാളി പെന്തക്കോസ്തിന്റെ കോൺഫറൻസ്. 2006 അദ്ദേഹം UK വന്നത്. 2006 മാർച്ച് 29 ഞാൻ വന്നു. 4 ഡേയ്സിനുള്ളിൽ മാഞ്ചസ്റ്ററിൽ നടന്ന പ്രഥമ കോൺഫറൻസിൽ പങ്കെടുക്കുവാൻ എനിക്ക് താല്പര്യം ദൈവം തന്നു. ആ ദിവസത്തിൽ അദ്ദേഹം പറഞ്ഞ ചില സന്ദേശങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഇന്നും വളരെ വളരെ ശക്തി പകരുന്ന ചില വാക്കുകൾ ഞാൻ കുറികൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല, പ്രസംഗങ്ങൾ വേദികളിൽ കേൾക്കുന്നത് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ ദൈവം അതിൻ്റെ പ്രവൃത്തി തികച്ചെടുക്കും. ആര് വരുന്നു, എത്ര പ്രാവശ്യം വരുന്നു എന്നുള്ളതല്ല, ദൈവവചനമാണ് നാം ശ്രദ്ധിക്കുന്നത്. ആ ദൈവവചനത്തിന് മുമ്പിൽ വളരെ ശക്തി പകരപ്പെടുന്ന വാക്കുകളുണ്ട്. അത് ദൈവാത്മാവിൽ ശുശ്രൂഷിക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായി തീരും. താൻ പ്രസംഗിച്ചതുപോലെയുള്ള പല വാക്കുകളും ശുശ്രൂഷയിൽ എനിക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞു. കഴിഞ്ഞ 6 വർഷമായി താൻ അന്ന് പ്രസംഗിച്ചൊരു വാക്ക്, നിനക്കൊരു ദൈവം ഒരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ ദൈവം അതിനെ സഫലീകരിക്കും. പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, ആ ദർശനങ്ങൾ നിനക്ക് ദൈവം സഫലീകരിച്ച് തരും. തൻ്റെ വാക്കുകൾ വിശ്വസിച്ചു. ഞാൻ ആ കോൺഫറൻസ് എനിക്ക് ഓർമ്മയുണ്ട്. UK ആദ്യം കാണുന്ന ഒരു കോൺഫറൻസ് ആണ്. താൻ വന്ന നിമിഷം തൻ്റെ വാക്കുകൾ കേട്ടു വിശ്വസിപ്പാനിടയായി. ഈ 10ാമത്തെ കോൺഫറൻസിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ എൻ്റെ അനുജൻ പാസ്റ്റർ സഭ, എൻ്റെ ശുശ്രൂഷ, കൂടെയുള്ള പ്രവർത്തകര്, സഹോദരങ്ങള്, ദൈവജനം, ഇവിടെ ശുശ്രൂഷിച്ച പ്രിയ വത്സമ സിസ്റ്റർ ഞങ്ങളുടെ ബൈബിൾ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ദൈവം ദർശനങ്ങൾ തന്നാൽ അത് പ്രസംഗിക്കുന്ന വാക്കുകൾ
വളരെ ഘനമേറിയതാണ്. പരിശുദ്ധാൽ വിശ്വസിച്ചാൽ ദൈവം സഫലീകരിക്കും. ഇന്ന് രാത്രി തുറന്ന ഹൃദയത്തോടെ ദേവദാസനെ വരവേൽക്കാം. കൈയടിച്ച് നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. ദൈവം സംസാരിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ക്ഷണിക്കാം. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയത്തില്ല നിങ്ങൾ എത്ര പേര് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഈ രണ്ടുപേരിൽ ആർക്കാ പൊക്കം കൂടുതലെന്നുള്ളത്. ഇന്ന് രാത്രി നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ശബ്ദം ഇച്ചിരി അടഞ്ഞിരിക്കുകയാണ്. എന്നെ ഈ കോൺഫറൻസിലേക്ക് ക്ഷണിച്ച MPAയുടെ ഭാരവാഹികളോട് പ്രത്യേകാൽ എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാർക്കായിട്ടെല്ലാം സ്തോത്രം. പ്രത്യേകിച്ച് ഇവിടെ അധ്വാനിച്ച ദൈവമക്കളോട്, ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ തന്നവരോടൊക്കെ ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാണ്. വളരെ കഷ്ടം സഹിച്ച് ഈ അറേഞ്ച്മെൻ്റൊക്കെ ചെയ്ത പ്രിയപ്പെട്ടവർക്ക് ഉപദേശിമാരായ ഞങ്ങളുടെ പേരിൽ ഞങ്ങൾ കൈയടിക്കുക. ഞങ്ങളോട് ചേർന്ന് നിങ്ങളൊന്ന് കൈയടിക്കണം. താങ്ക് യു സോ മച്ച് ഫോർ ദ ഗുഡ് വർക്ക്, ഫോർ ഓൾ ദറ്റ് യു ഹാവ് ഡൺ ഫോർ ഗാഡ്സ് കിങ്ഡം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബെൻസനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ സത്യത്തിൽ ആഗ്രഹിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തോടുകൂടി ഇതിനൊരു തിരശ്ശീല വീണിരുന്നെങ്കിൽ നന്നായിരുന്നു ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച ദൈവദാസനായിട്ട് സ്തോത്രം. തൻ്റെ പിതാവിനെ എനിക്കറിയാം. ഞങ്ങൾ ബോംബെയിലായിരുന്ന സമയത്ത് അദ്ദേഹത്തോട് ഒരുമിച്ച് പല സമയങ്ങളിൽ ശുശ്രൂഷിപ്പാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. വളരെ ദീർഘവർഷങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃ ശുശ്രൂഷ ചെയ്ത ആ ദൈവദാസൻ്റെ മകൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ശുശ്രൂഷിക്കുന്നത് തന്നെ ഒരു അനുഗ്രഹമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തിന് വേണ്ടി വളരെ പതിറ്റാണ്ടുകൾ അധ്വാനിച്ചിട്ട് ഒന്നും സമ്പാദിക്കാതെ ചില പെട്ടികൾ മാത്രം എടുത്തുകൊണ്ട് അവിടുന്ന് പോയ ആ ദൈവദാസനായിട്ട് സ്തോത്രം. ദൈവം ഇന്നും അങ്ങനെയുള്ള ആളുകളെ സൂക്ഷിക്കുന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ നമ്മളോട് പറഞ്ഞല്ലോ, വി നീഡ് ടു ഹോൾഡ് ഓൺ ടു ദ വേർഡ് ഓഫ് ഗാഡ്. വേദപുസ്തകം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ കിങ്, ഹിസ് കിങ്ഡം ആൻഡ് ഹിസ് കിഡ്സ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും ആ വാചകന് മനസ്സിലേക്ക് വരും. ബൈബിൾ ഈസ് എ സ്റ്റോറി ഓഫ് എ കിങ്, ഹിസ് കിങ്ഡം ആൻഡ് ഹിസ് കിഡ്സ്. യേശുക്രിസ്തു വന്നപ്പോൾ പ്രസംഗിച്ചു തുടങ്ങിയത് എങ്ങനെയാ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആകയാൽ എന്ത് സംഭവിക്കണം? മാനസാന്തരപ്പെടണം. ആ പ്രസംഗത്തിൻ്റെ വിലയൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ദ കിങ്ഡം ഈസ് അറ്റ് ഹാൻഡ്. നമ്മളേതാണ്ട് ക്രിസ്തീയ മാർഗമെന്ന് വിചാരിക്കുമ്പോൾ നമ്മളേതാണ്ട് വിരിക്കുന്ന നെഞ്ച് തലച്ച് ഒരുത്തൻ അനുദപിച്ച് വലിയ വലിയ പരിപാടികളാണ്. നോ, ഇറ്റ്സ് എ വെരി സിമ്പിൾ സ്റ്റഫ്. യേശുക്രിസ്തു പറഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നിനക്ക് കൈയെത്തി പിടിക്കാവുന്ന ദൂരത്ത് കൊണ്ടുവന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇറ്റ് ഈസ് സോ ക്ലോസ്, ഇറ്റ്സ് അറ്റ് ഹാൻഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതിനകത്തേക്ക് നീ ഒന്ന് കയറണം. പക്ഷെ അതിനകത്തോട്ട് കയറണമെങ്കിൽ മനസ്സിനൊരു അന്തരംഗം, ഒരു മാറ്റം ഉണ്ടാകണം, ഒരു മെറ്റനോയ ഉണ്ടാകണം, മനസ്സിൻ്റെ ചിന്തകൾക്ക് വ്യത്യാസം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അതിനകത്തേക്ക് കടക്കണമെങ്കിൽ ഈ പാപവുമായിട്ട് പോകാനൊക്കത്തില്ല. പാപത്തിൻ്റെ കെട്ടുമായിട്ട് രാജ്യത്തിലേക്ക് കടക്കാനും അതിൻ്റെ സിറ്റിസൺഷിപ്പ് എടുക്കാനും കഴിയത്തില്ല. ആദ്യമേ ആ പാപത്തിൻ്റെ പരിഹാരം ചെയ്തേച്ച് അങ്ങോട്ട് കയറാനൊക്കത്തുള്ളൂ. അത് നിനക്ക് കൊടുത്ത് നീ കൊടുക്കുന്ന വീസ ഫീസ് കൊണ്ട് കയറാനൊക്കത്തില്ല. അതിന് വില കൊടുത്തത് തമ്പുരാൻ കാൽവരി ക്രൂശിൽ യേശുവിൻ്റെ രക്തം കൊടുത്തത് കൊണ്ട് നിന്റെ പാപത്തിൻ്റെ പരിഹാരം അവിടെ ഉണ്ടാകുക. പ്രൈസ് ഗോഡ്. യേശു ക്രിസ്തുവിൻ്റെ രക്തം നിന്റെ മേൽ വീണപ്പോൾ ആ പാപരോഗം അങ്ങോട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. പാപം ക്ലീനാക്കി, നീതിയുടെ വസ്ത്രം തന്നു. ഇനി അങ്ങോട്ട് കയറിയാൽ മതി. നീ അങ്ങോട്ട് കാല് വെച്ച് തമ്പുരാന്റെ രാജ്യത്തിലേക്ക് കയറി അങ്ങോട്ട് ജീവിച്ചാൽ മതി. യു ഹാവ് എ കിങ്ഡം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പൗരത്വം ഇവിടെ അല്ല. ബ്രിട്ടീഷ് പൗരത്വമല്ല, അമേരിക്കൻ പൗരത്വമല്ല, ഇന്ത്യൻ പൗരത്വം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ആ കിങ്ഡത്തിൽ ജീവിച്ചിരിക്കുന്ന അതിൻ്റെ അംഗങ്ങളായി തീരുന്ന ആളുകൾക്ക് തമ്പുരാൻ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും വലിയ മസിൽ പിടിക്കേണ്ട വിഷയങ്ങളൊന്നുമല്ല. ദൈവരാജ്യത്തിൻ്റെ പ്രജയായിട്ട് നീ അങ്ങോട്ട് ജീവിച്ചാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും നടന്നോളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവരാജ്യത്തിലെ ശരിയായിട്ടൊരു പ്രജ ആയിട്ട് നീ ഒരു കിങ്ഡം സിറ്റിസൺ ആണെങ്കിൽ
തമ്പുരാൻ പറഞ്ഞിരിക്കുക, ഈ കിങ്ഡത്തിനകത്ത് ഉള്ളവന് ഞാൻ വലിയ അധികാരം കൊടുത്തിരിക്കുക. എൻ്റെ നാമത്തിൽ അവിടുത്തെ ഉപദേശിക്ക് കൊടുക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അവിടുത്തെ മിറക്കിൾ വർക്കർ കൊടുക്കുന്നത്. ഇവിടുത്തെ കൊച്ചു സിറ്റിസൺ പോലും അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ അലറിയോടും, എൻ്റെ നാമത്തിൽ നിങ്ങൾ കൈവെക്കുമ്പോൾ രോഗികൾക്ക് സൗഖ്യമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ദിസ് ഈസ് ദ റൈറ്റ് ഓഫ് എവറി കിങ്ഡം സിറ്റിസൺ. ഹല്ലേലൂയ. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നീ ഒരു കിങ്ഡം സിറ്റിസണായിട്ട് ഭൂമിയിൽ ജീവിക്കാമെങ്കിൽ നിന്റെ മേൽ ദൈവം കൺഫർ ചെയ്തിരിക്കുന്ന അധികാരം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. പ്രൈസ് ഗോഡ്. നമ്മുടെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, പാപക്ഷമ പ്രാപിച്ച് ദൈവരാജ്യത്തിൽ കയറിയിട്ടും പഴയ ലോകവുമായിട്ടുള്ള ബന്ധത്തിലാണ്, കറസ്പോണ്ടൻസുമായിട്ട് തുടരുക. അത് കളയേണ്ടത് ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളോട് കർത്താവ് ഈ കോൺഫറൻസിലൂടെ സംസാരിക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, നിനക്കുള്ളത് നീ പിടിച്ചോണം. നീ ഒരു കിങ്ഡം സിറ്റിസൺ ആണെന്ന് ഓർത്തോണം. നിന്റെ വില നീ ഓർത്തോണം. നിനക്ക് വേണ്ടി വില കൊടുത്തത് ഓർത്തോണം. പ്രൈസ് ദി ലോർഡ്. ഈ സിറ്റിസൺഷിപ്പ് നിനക്ക് തരുവാൻ തമ്പുരാൻ കൊടുത്ത വില ഓർത്തോണം. നമ്മൾ ഈ ജീവിക്കുന്ന ഈ പാശ്ചാത്യ രാജ്യത്ത് വെസ്റ്റേൺ കൾച്ചർ എന്ന് പറഞ്ഞ ഇന്ത്യൻ കൾച്ചർ പോലെയൊന്നുമല്ല. ഇവിടെ നിയമങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ടല്ലയോ. പ്രസിഡന്റിനെ നിങ്ങൾക്ക് ഇംപീച്ച് ചെയ്യാം, പ്രൈം മിനിസ്റ്ററെ ഇംപീച്ച് ചെയ്യാം, അവർക്കെതിരെ കോടതി കേസ് കൊടുക്കാം, അവർക്കെതിരെ നിങ്ങൾക്ക് സംസാരിക്കാം. എം പിക്കെതിരെയോ അവർക്കെതിരെയോ തെറ്റെന്ന് കണ്ടാൽ നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്. ശരിയല്ലയോ? ഇന്ത്യയിൽ ഫ്രീഡം ഓഫ് സ്പീച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ്. പിന്നെ സ്പീച്ച് പറയാനായിട്ട് നാക്ക് കാണുകയെന്നുള്ളൂ. അതൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇവിടെ നിങ്ങൾക്കൊരു നിയമം പാസ്സാക്കിയാൽ അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ അത് മാറ്റും. അമേരിക്കയിൽ ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും തമ്മിലുള്ള വടംവലി അവസാനം ഗവൺമെന്റ് തന്നെ ഒരു തരം സ്തംഭിച്ചിരിക്കുക. ഒരു ചോട് വെക്കാൻ പുള്ളികൾ സമ്മതിക്കില്ല. ഒരു തീരുമാനമെടുത്താൽ അവരെന്തെല്ലാം കാര്യങ്ങൾ, അതിനു മുമ്പ് ജനഹിതം അറിയണം. ആളുകൾ എന്ത് ചിന്തിക്കുന്നു എന്ന് ആളുകളുടെ ഇടയിൽ വോട്ടെടുപ്പെടുക്കും. ഈസ് ദാറ്റ് വാട്ട് പീപ്പിൾ വാണ്ട്? പ്രൈസ് ദി ലോർഡ്. ഈ ആളുകൾക്ക്, നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ ചിന്തിച്ചോണം, നമ്മുടെ മനസ്സിലിരിക്കുന്ന കേരള അസംബ്ലിയാ. പെന്തിക്കോസിനകത്ത് മുഴുവൻ കേരള അസംബ്ലി ആയിരിക്കുന്നത്. കേരളത്തിലെ ഡെമോക്രസിയാണ് നമ്മുടെ തലയിലിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ എന്ത് ചെയ്യുക? കരോവ ചെയ്യാനും മുണ്ടു മടക്കി കുത്താനും ആരടാന്ന് ചോദിക്കാനും ഒക്കെയുള്ള നമ്മുടെ മനസ്സിൽ നിന്ന് അത് മാറിയിട്ടില്ല. നമ്മുടെ സെറ്റപ്പുകൾ തന്നെ, ചർച്ചിലെ സെറ്റപ്പുകൾ തന്നെ കണ്ടിട്ടുണ്ടോ? ചർച്ചിലെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? തെരഞ്ഞെടുപ്പ്, വോട്ടെടുപ്പ്. ചില ഇല്ലാത്ത, എനിക്കറിയാം, എല്ലാ ചർച്ചിൻ്റെയും അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം എനിക്ക് അറിയത്തില്ല. സഭയിൽ വോട്ടെടുപ്പ്. വോട്ടെടുപ്പിന് എത്ര പാർട്ടികളാ? അവർ പല ഗ്രൂപ്പുകളാ. ബേസ് വർക്ക് തുടങ്ങും, പാനലുകൾ തുടങ്ങും. ഞാൻ പാനലിൻ്റെ കാര്യം എന്നോട് പറയാൻ പറ്റുന്നത്, പല കാര്യങ്ങൾ തുടങ്ങും. എന്നുവെച്ചാൽ അവർക്ക് ഇഷ്ടം ഉള്ള ഒരുത്തനെ കൊണ്ടുവരും. അവന് ദൈവവിളിയുമില്ല, ദൈവസ്നേഹവും ഇല്ല, ദൈവവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അവനാണ് കമ്മിറ്റി ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു 5-6 പേര് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുവോ? അവൻ വിചാരിക്കുന്ന ദൈവരാജ്യവും ഇതുപോലെയാണെന്ന് വിചാരിക്കുന്ന സ്നേഹിത, ആ പണിയും കൊണ്ടൊന്നും അവിടെ ചെലവാകത്തില്ല. അവിടുത്തെ രാജാവ് പറയുന്നതല്ലാതെ ഒറ്റയൊരുത്തനും ഇത് ഇംപീച്ച് ചെയ്യാനോ മാറ്റാനോ മാറ്റി എഴുതുവാനോ കഴിയത്തില്ല. അവന്റെ നിയമം എന്നേക്കുള്ള നിയമമായിരിക്കും. അവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മാറ്റുവാൻ ഒരു വള്ളിയും പുള്ളിയും മാറ്റാൻ അനുവാദമില്ല. Praise God. God's word remains forever. Praise God. ആ വചനത്തിന് നമ്മളങ്ങോട്ട് കീഴടങ്ങും. ദൈവദാസൻ പറഞ്ഞു, അന്ത്യകാലത്ത് നമ്മുടെ വിരുദ്ധ അല്ലെങ്കിൽ നഷ്ടപ്പെടാനുള്ള വഴികളിൽ ഒന്നെന്ന് പറയുന്നത് ദുരുപദേശം സത്യമായിട്ട് ഇതിനകത്തോട്ട് കയറുന്ന പോലെ തോന്നും. അത് പിടിക്കുന്ന ആളുകൾ. ഈ കർണരസമെന്ന് പറയുന്ന ആ വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. വാട്ട് ദ ഇച്ചിങ് ഇയേഴ്സ് wants to hear. ചൊറിഞ്ഞു കിട്ടണേന്ന് ആഗ്രഹിച്ചിരിക്കുക. അതിനകത്ത് കൈയിടാൻ പറ്റുള്ളൂ. ഇങ്ങനെ ചെവിയുടെ ഇയർഡ്രം ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ നിനക്ക് പറ്റിയൊരു ഉപദേശം, അങ്ങോട്ടൊരു സാധനം. അതാ അതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പത്രോസും പൗലൂസും ഒന്നും പ്രസംഗിച്ചപ്പോൾ
ചെവിക്കാത്ത ഇയർ ബിഡ്സിട്ട് ആ സൂപ്പിക്കുന്ന പ്രസംഗമൊന്നുമല്ല. വാള് കയറുകയായിരുന്നു അകത്തോട്ട്, കുത്തുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, കുത്തുകൊണ്ട് അവര് ചോദിക്കുക, മാനസാന്തരപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം? വാട്ട് മസ്റ്റ് ഐ ഡു? ഓ ടെൽ മീ സംബഡി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രസംഗവേദികളിൽ കേൾക്കേണ്ടത് നമ്മുടെ അകത്തുകൂടെ കയറിപ്പോകുന്ന ഒരു കഠാര പോലെയുള്ള ഒരു വാളയുള്ള ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. അത് പ്രസംഗിക്കുന്നവനോടും സൂക്ഷിച്ചോണം, നിന്നെ അത് തിരിച്ചു വെട്ടും. ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും പ്രാണനെയും സന്ധിവഞ്ചകളെയും വിഭവിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നു. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ്സ് വേർഡ്. ഈ പ്രസംഗത്തിന്റെ അവസാനത്തിൽ, ഈ കൺവെൻഷൻ അവസാനിക്കുമ്പോൾ ഇവിടെ വലിയ ചാട്ടവും ബഹളവുമായിട്ടൊന്നും പോയില്ലെങ്കിലും എനിക്കും ബെൻസിനും കുഴപ്പമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ പ്രസംഗം ഇഫക്റ്റീവ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഞങ്ങളെ ദൈവം ഏൽപ്പിച്ചത് ശക്തമായ ഭാഷയിൽ ദൈവമക്കൾ തന്നിട്ടുണ്ട്. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിഞ്ഞോളാൻ പറഞ്ഞിട്ടുണ്ട്. വചനം നിന്റെ അകത്ത് വീണിട്ടുണ്ടെങ്കിൽ അത് കിളുക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് ഓർത്തോണം. അത് നിന്നെ സഹായിക്കുന്ന ദിവസമുണ്ട്. നിന്റെ ഹൃദയത്തെ ഒരുക്കിക്കോ. ലെറ്റ് ദ വേർഡ് fall into your heart. പ്രൈസ് ഗോഡ്. നമുക്ക് വേണ്ടിയത് ഒരു റിഫർമേഷൻ അല്ല, നമുക്ക് വേണ്ടിയത് ഒരു റാഡിക്കൽ റീകൺസ്ട്രക്ഷൻ ഓഫ് അവർ മൈൻഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നവീകരണമല്ല വേണ്ടിയത്, ഇതിനകത്തെ പരിപാടികളെല്ലാം അടിച്ച് പൊളിച്ചൊരു പുത്തൻ പണി, കിങ്ഡം സ്റ്റൈൽ. പ്രൈസ് ദി ലോർഡ്. ഒരു കിങ്ഡം സ്റ്റൈൽ ജീവിതത്തിന് വേണ്ടി ദൈവമക്കൾ ഒരുങ്ങണം. വേദപുസ്തകം മുഴുവൻ ഞാൻ നിങ്ങളോടെല്ലാം പറയുന്ന ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, സിംപ്ലി ഓപ്പൺ ദ ന്യൂ ടെസ്റ്റമെന്റ്, സ്റ്റാർട്ട് റീഡിങ് ഫ്രം മാത്യു. നിങ്ങളുടെ അടുത്തൊരു നോട്ട്ബുക്കും പെൻസിലും കൂടെ വെക്കുക. ജസ്റ്റ് സിംപ്ലി റീഡ് ത്രൂ ദ ക്രിസ്ത്യാനിറ്റി ജീസസ് ടോട്ട്. യേശു പഠിപ്പിച്ച ഈ മാർഗം എന്താണെന്നും ഈ രാജ്യം എന്താണെന്നും ഈ രാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്നും നീ ഒന്ന് എഴുതി വെച്ചേച്ച് അത് വെറുതെ ഒന്ന് ഫോളോ ചെയ്തേച്ചാൽ മതി. നമ്മുടെ ആരാധനയിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജസ്റ്റ് ടു ബി എ ഫോളോവർ ഓഫ് വാട്ട് ജീസസ് ടോട്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. I just want to tell you that ഒരു പ്രസംഗത്തിനകത്ത് ഒരാള് ദൈവവചനം പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ആ വഴിക്ക് ചായരുത്. We must search what the word says. Praise the Lord. നിങ്ങളുടെ തലയിലുള്ള കൈവച്ചേച്ച് 15 വർഷം മുമ്പ് ജീവിതത്തിൽ നടന്ന ഒരു കാര്യം പറഞ്ഞു എന്നതുകൊണ്ട് ഈ പുള്ളി പറയുന്നതെല്ലാം വിഴുങ്ങരുതെന്ന് അതിൻ്റെ അർത്ഥം. പൗലോസ് തന്നെ പറഞ്ഞ് സകലതും ശോധന ചെയ്തോണം, ഒന്നും തുച്ഛീകരിക്കരുത് കേട്ടോ. ശരിയാണെങ്കിൽ വേദപുസ്തകവുമായിട്ട് അലൈൻ ചെയ്യുന്ന വിഷയമാണ് എടുത്തോണം, ബാക്കിയും കളഞ്ഞേക്കണം. നിന്റെ ജീവിതം പണിയേണ്ടത് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിന്മേലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം പൗലോസ് എന്നപ്പോൾ ഒരു പെങ്കൊച്ച് പുറകെ കൂടിയേച്ച് അവൾ ഇങ്ങനെ പറഞ്ഞു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. എന്തേലും തെറ്റുണ്ടോ ആ സ്റ്റേറ്റ്മെന്റിനകത്ത്? നമ്മളാണ് ആമേൻ. ഓ വാട്ട് എ റെവലേഷൻ. പ്രൈസ് ദി ലോർഡ്. ശരിയാണോ? ഇതുപോലത്തെ ബുദ്ധികേട് വിളിച്ചു പറയുന്ന ഒത്തിരി പേർക്ക് ആമേൻ പറയുന്ന ഒരു ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവുള്ള ദൈവത്തിന്റെ ദാസൻ അവളിൽ വ്യാപരിച്ച അന്ധകാര ശക്തിയെ മനസ്സിലാക്കി വെച്ച് വിട്ടുപോകാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ പറയുന്നത് ബിബ്ലിക്കൽ വേദപുസ്തകത്തിലെ 2 ലൈനുള്ളത് കൊണ്ട് അത് ദൈവത്തിന്റെ വചനമാകത്തില്ല. പരിശുദ്ധാത്മാവ് തന്നെ നിന്റെ അന്തരംഗത്തോട് ഈ ദിവസങ്ങളിൽ സംസാരിക്കണം. That word is from God. തെറ്റിപ്പോകാൻ വളരെ സാധ്യതയുള്ള ഒരു മേഖലയാണ്. നമ്മുടെ വിരുത് തെറ്റരുത്. ഡു നോട്ട് ലൂസ് യുവർ ക്രൗൺ, ഡു നോട്ട് ലൂസ് യുവർ റിവാർഡ്സ്. ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് അവസാനിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ബിൽഡപ്പ് ചെയ്ത് വന്നത്, നമ്മുടെ ജീവിതത്തിലെ നമുക്കർഹമായിരിക്കുന്ന നിന്റെ പ്രതിഫലം നഷ്ടമാക്കുവാൻ പല കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഞാൻ പറഞ്ഞത്,
രാവിലെ ഞാൻ സംസാരിച്ചും പറഞ്ഞു, മനുഷ്യരെ പിശാച് കയ്യിലെടുത്തേച്ച് നിന്റെ കിരീടം പോകുവാൻ സാധ്യതകളെ ഉണ്ടാക്കും. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ദൈവത്തിന്റെ വചനത്തിനകത്ത് ഉറച്ചു നിൽക്കാതെ അതിനകത്തൂടെ തമ്പുരാൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ കയറി നിന്റെ അകത്ത് കലക്കമുണ്ടാക്കി ട്രാക്ക് തെറ്റിച്ച് നിന്റെ വിരുദ്ധ നഷ്ടപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, 1-2 കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഒന്ന് ലിസ്റ്റ് ചെയ്ത് ചിരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുക. യു ക്യാൻ ഫോർഫിറ്റ് യുവർ റിവാർഡ്സ് ഫ്രം ഗോഡ് by seeking them from men. Praise the Lord. ദൈവത്തിൽ നിന്ന് നിനക്ക് കിട്ടാനിരിക്കുന്ന നിന്റെ പ്രതിഫലം നഷ്ടമാക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത്, മനുഷ്യരിൽ നിന്ന് നീ അത് പ്രതീക്ഷിക്കുവാൻ അന്വേഷിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൽ നിന്നുള്ളത് നിനക്ക് നഷ്ടമാകും. അതൊരു കിങ്ഡം പ്രിൻസിപ്പിളാ. ദാറ്റ്സ് എ കിങ്ഡം സ്റ്റാൻഡേർഡ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ do not be like the hypocrites. കപടഭക്തിക്കാരെ പോലെ ആകരുത്. കപടഭക്തിക്കാരുടെ പരിപാടി എന്തുവാ? They love to pray standing in the synagogues and on the street corners to be seen by men. I tell you the truth, they have received their reward in full. Praise the Lord. ഞാൻ പറയട്ടെ, അവർക്ക് വേണ്ടിയ പ്രതിഫലം കിട്ടിപ്പോയി. ഇനി മേളിലോട്ട് വരുമ്പോൾ ഒന്നും കിട്ടത്തില്ല. ഈ കോൺഫറൻസിന് പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ കൊണ്ടുപോയില്ലെങ്കിലും ഒരു തീരുമാനത്തോടു കൂടി പോകണം, കർത്താവെ ഷൈൻ ചെയ്യുവാൻ, മറ്റുള്ള മുമ്പിൽ ഇംപ്രഷൻ ഉണ്ടാക്കുവാൻ ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. രാവിലെ ഭാര്യയുമായിട്ട് അടിയുണ്ടാക്കി വണ്ടിയിൽ വരിക. വീട്ടിലിരിക്കുന്ന കൊച്ചു ജോണിയും സാറായും എല്ലാ അടി വീട് തൊട്ടേ കേട്ടോണ്ടിരിക്കുക. സൺഡേ രാവിലത്തെയാ. വേദോസം എന്ത് ചെയ്യടാന്നായിരിക്കും ചോദിച്ചത്. അത് കിട്ടാതിൻ്റെ വഴക്കായിരിക്കും ഇതുവരെ. ഞാൻ അവിടെ വെച്ചിരുന്ന് കഴിഞ്ഞ ആഴ്ച സഭായം കഴിഞ്ഞു കൊണ്ട് വെച്ചത്, അത് പിന്നെ കാണുന്നില്ല. ആരാണ്ടന്മാരെടുത്ത് മാറ്റിയത്. അത് എവിടെ നിങ്ങളെവിടാ നോക്കിയ മനുഷ്യ പ്രശ്നങ്ങളായത്. അവസാനം പഴയൊരു വേദോസമായിട്ട് പുള്ളി വന്നിരിക്കുന്നത്. ഇവിടെ വരെ വഴക്ക് പിടിച്ചു. വന്ന് കയറി ഉടനെ പാസ്റ്റർ പറഞ്ഞു, തോമാച്ചൻ ബ്രദർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നാ പ്രാർത്ഥനയാപ്പാ? ഒരു അടിപൊളി പ്രാർത്ഥന. ആ പ്രാർത്ഥനയോട് കൂടെ ആടുകളെല്ലാം വിചാരിച്ചു എന്തോ ആത്മീയനായ തോമാച്ചന്റെ പ്രാർത്ഥനയുടെ ഒറ്റ കാര്യമുള്ളായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഒറ്റയൊരുത്തൻ പോലും എന്നെ തെറ്റിദ്ധരിക്കാൻ, എൻ്റെ ശരിയായ നേച്ചർ അറിയരുത്, അത് കവർ ചെയ്യുന്ന ഒരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ തോമാച്ച ഒരു കാര്യം ഓർത്തോണ്, സ്വർഗത്തിലെ തമ്പുരാൻ നിനക്ക് വട്ടപൂച്ച ഇട്ട് അവിടെ വെച്ചിട്ടുണ്ട്. നിനക്ക് ആ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ടാകത്തില്ല. നെഗറ്റീവ് സ്കോറിംഗ് നിനക്കുണ്ടാകുന്നത്. ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്, കിങ്ഡം പ്രിൻസിപ്പിൾ അനുസരിക്കുന്ന ദൈവവൈതലേ, നിന്റെ വിരുദ് നിനക്കുള്ള റിവാർഡ് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നീ പറയുന്നതിൻ്റെ പുറകിൽ നിന്റെ ഹൃദയവും കൂടെ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയിൽ അതായത് ഇങ്ങനെ പ്രാർത്ഥന കേൾക്കാൻ ഞാനിങ്ങനെ കാത്തിരിക്കുക. കർത്താവേ, പാസ്റ്ററിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞെങ്കിലും എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇന്ന് രാവിലെ വന്ന വഴിയിൽ നിനക്ക് യോഗ്യമല്ലാത്തത് എൻ്റെ ഭാര്യയോട് സംസാരിച്ചു. കർത്താവേ, എനിക്കതങ്ങോട്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, എന്നോടൊന്ന് ക്ഷമിക്കണേ കർത്താവേ. ആ പ്രാർത്ഥനയ്ക്ക് വലിയ ഇമ്പാക്റ്റ് സഭയിലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നീ മനുഷ്യരിൽ നിന്ന് അത് അന്വേഷിക്കരുത്. മനുഷ്യർ ഇംപ്രസ് ചെയ്യുവാൻ കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് തിരിഞ്ഞ് ജീവിതത്തിലേക്ക് നോക്കാമെങ്കിൽ സ്വർഗത്തിൽ പലതിനും എനിക്ക് പ്രതിഫലം കാണത്തില്ല. അറിയാൻ വയ്യാത്ത കാലത്ത് പല കാര്യങ്ങൾ ഇംപ്രസ് ചെയ്തേച്ച് അത് അവിടെ ഇവിടെയൊക്കെ ജസ്റ്റ് അറിയാതൊക്കെ സംഭാഷണങ്ങളിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതെല്ലാം പോയതാ. ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ പറയുക, നിങ്ങൾ കൊടുത്താലും എടുത്താലും പോയാലും പ്രാർത്ഥിച്ചാലും പ്രസംഗിച്ചാലും അതെല്ലാം നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിരിക്കണം. എല്ലാം അങ്ങേ മഹത്വത്തിനായിട്ട്, എല്ലാം അങ്ങേ പുകഴ്ചക്കായിട്ട് മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തതായിട്ട് പറയുന്നത്, നിന്നെ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വസ്തയോടുകൂടെ വ്യാപാരം ചെയ്യുന്നില്ലെങ്കിൽ നിനക്കുള്ള റിവാർഡ് നഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്.
മത്തായി സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ആ താലന്ത് അവന്റെ പക്കൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുപ്പിൻ, അങ്ങനെ ഉള്ളവനേവനും ലഭിക്കും, അവന് സമൃദ്ധി ഉണ്ടാകണം, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിനക്ക് കിട്ടേണ്ടതായിരുന്നു, ലിസൺ ടു ദിസ് വെരി കെയർഫുള്ളി, നിനക്ക് വേണ്ടി തമ്പുരാൻ കഷ്ടം ചെയ്തുണ്ടാക്കിയ ട്രോഫി ആയിരുന്നു ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഓർത്തോണം, നിന്നെ ദൈവം ഏൽപ്പിച്ചത് നീ വിശ്വസ്തയോടുകൂടെ വ്യാപാരം ചെയ്തില്ല. You lost your reward. ഇന്ന് രാത്രി ഒന്ന് ചോദിച്ചു നോക്കിയേ, ദൈവമേ നീ എന്നെ ഏൽപ്പിച്ചത് ഞാൻ വ്യാപാരം ചെയ്യുന്നുണ്ടോ? വിശ്വസ്തത ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിന്നെ ഏൽപ്പിച്ച കാര്യത്തിൽ നിനക്ക് വിശ്വസ്തതയുണ്ടോ? Are you faithful to God in the little things God has given you? ഇല്ലെങ്കിൽ 10 താലന്തുള്ളവന് പോകാൻ പോവാത്. Praise the Lord. നിനക്ക് വരേണ്ടതായിരുന്നു, 10കാരന് അത് പോകാൻ പോവുക. Praise the Lord, praise the Lord, hallelujah. വേദോസം പറയുന്നു, പൗലോസ് ഇങ്ങനെ പറഞ്ഞു, I beat my body, make it my slave, so that after I have preached to others, I myself will not be disqualified for the prize. ഇവിടെ പറയാണ്, നിന്റെ ജീവിതം നീ ലോകവുമായിട്ട് ഒരു അനുജനത്തിലേക്ക് പോയേച്ച് ഡിസ്ക്വാളിഫൈ ചെയ്യാൻ വളരെ സാധ്യതയുണ്ട്. ലോകവുമായിട്ട് കോംപ്രമൈസിന് ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിനക്കുള്ള വിരുദ് നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, എൻ്റെ ശരീരത്തെ ഞാൻ അടിച്ച് അടിമയാക്കി ഒതുക്കുക. കാര്യം ഐ ഡു നോട്ട് വാണ്ട് ടു ബി ഡിസ്ക്വാളിഫൈഡ്. ഇന്ന് രാത്രി ദൈവമക്കളോട് ഈ കിങ്ഡം സ്റ്റാൻഡേർഡ് പറയുന്നത് എന്താണെന്നറിയാമോ? നീ നിന്റെ ജീവിതത്തിൽ അവൻ്റെ ദൈവത്തിൻ്റെ നോളജിന് വിരോധമായിട്ട് ഉയരുന്ന എല്ലാ ഉയർച്ചകളെയും പിടിച്ചടക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനെ ഒതുക്കണം. അതർവൈസ് യു വിൽ ബി ഡിസ്ക്വാളിഫൈഡ്. വേദോസം പറയുന്നു, we can also lose our rewards because of unproductive life. ഉൽപാദനക്ഷമതയില്ലാത്ത ജീവിതം നാം ജീവിക്കുകയാണെങ്കിൽ നമുക്കുള്ള ആ കിരീടം നഷ്ടപ്പെടുവാൻ, റിവാർഡ്സ് നഷ്ടപ്പെടുവാൻ വളരെ സാധ്യതയുണ്ട്. വേദോസം പറയുന്നു, if it is burned up, it is 1 Corinthians 3 verse 15, if it is burned up, he will suffer loss, he himself will be saved, but only as one escaping through the flames. Hallelujah. അവന്റെ പ്രവൃത്തി വെന്തുപോയാൽ നിനക്ക് നഷ്ടം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഞാനതിനെ ടച്ച് ചെയ്ത് രാവിലെ സംസാരിച്ചുകൊണ്ട് അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ പ്രവൃത്തി വെന്തു പോകരുത്. ഈ പുള്ളി സ്വർഗത്തിൽ ചെല്ലുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? തീയിൽ കൂടെ എന്നതുപോലെ. ഒരു ഫ്ലെയിംസിനകത്തൂടെ ഒരു മനുഷ്യൻ കടന്നു വരുന്ന ചിത്രം നോക്കിക്ക്. എല്ലാം നശിച്ച്, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ 210 മാർക്ക് മേടിച്ച് SLC പാസ്സായി പോലെ. നിന്നെ ആർക്കും വേണ്ടപ്പ, സ്വർഗരാജ്യത്തിൽ പോരുത്. അങ്ങനെ do not lose your rewards. Praise God, hallelujah. വേദോസം പറയുന്നു, ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുവിൻ. Watch out that you do not lose what you have worked for, but that you may be rewarded fully. Praise the Lord, hallelujah. Careless ആയിട്ട്, വേസ്റ്റ് ആയിട്ട് ജീവിക്കരുത്. Praise the Lord. ശ്രദ്ധയില്ലാതെ നീ ജീവിക്കരുത്. നിന്റെ ജീവിതം വേസ്റ്റ് ആക്കരുത്. Every moment is precious. നമ്മൾ ഇന്നലെ ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ല. വരുമോ? Yesterday will never come back to you. 8 മണി ഇനി ഒരിക്കലും മടങ്ങി വരില്ല, അത് പോയി. January will never come back to you. 2013 January will not come back to you. It is gone. Have you wasted 2013 January? നിന്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് തന്ന സമയങ്ങളെയും കാലങ്ങളെയും നീ നഷ്ടമാക്കിയിട്ടുണ്ടോ? Do not waste your life. അടുത്ത് പറഞ്ഞൊരു കാര്യം, keep the rules of the game or else you could be disqualified. Praise the Lord. അംഗം പൊരുതുന്നവരൊക്കെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? സകലത്തിലും വർജനം
ആചരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി ഒരു കാര്യം ഓർത്തണം, ചില കാര്യങ്ങൾ നീ വേണ്ടെന്ന് വെച്ചാൽ മാത്രമേ ഈ ഓട്ടത്തിൽ ഓടി തീർക്കുവാനൊക്കത്തുള്ളൂ. ഓട്ടക്കളത്തിൽ ഓടുന്നവനോട് പറഞ്ഞിരിക്കുക, നീ ലക്ഷ്യം തെറ്റാതെ ട്രാക്ക് മാറാതെ നിനക്ക് വെച്ചിരിക്കുന്ന വരച്ചിട്ടിരിക്കുന്ന ഓട്ടം നീ ഓടി തീർക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ നോക്കണം, നിന്റെ കണ്ണുകൾ തുറന്നിരിക്കണം. റൺ വിത്ത് പെർസിവറൻസ് the race that is marked out for you. Praise the Lord. Hallelujah. There could be a lot of things I can say about what can cost you your rewards. എൻ്റെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ടും ഈ മീറ്റിംഗ് വളരെ വേഗത്തിൽ അവസാനിപ്പിക്കേണ്ടതുകൊണ്ടും I do not want to take much time of this conference. യേശു മടങ്ങി വരാൻ സമയമായി. Let's finish up with that thought. Behold, I come quickly. ഇതാ ഞാൻ വേഗം വരുന്നു. Praise the Lord. ആരും നിന്റെ കിരീടം എടുക്കാതിരുപ്പാൻ നിനക്കുള്ളത് പിടിച്ചുകൊള്ളുവാൻ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായ ഭാഷയിൽ ദൈവമക്കളോട് സംസാരിച്ചു കഴിഞ്ഞു. Praise the Lord. You need to rise up. നീ ഉറക്കത്തിലാണെങ്കിൽ ദൈവാത്മാവ് പറയും, ഇന്ന് രാത്രിയിൽ you rise up. ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് നീ എണീൽക്കാ. Praise the Lord. എന്ന ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. Rise up from your slumber. ആത്മീയമായ ഉറക്കത്തിലാണെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, സ്നേഹിതാ നീ എഴുന്നേൽക്ക. Rise up. ശീതോഷ്ണമായിട്ട് ജീവിക്കരുത്. ലവോക്യ സഭയിൽ നിന്ന് ഒരു പുറപ്പാടുണ്ടാകേണ്ട സമയമായിരിക്കുക. ഓർഗനൈസ്ഡ് ചർച്ചിൽ നിന്ന് ചില ആളുകൾ ഇറങ്ങേണ്ട സമയമായിരിക്കുക. ചില ദൈവശബ്ദം കേൾക്കേണ്ട സമയമായിരിക്കുക. Rise up from your sleep. Praise the Lord. നമ്മളോട് പരിശുദ്ധാത്മാവ് പറയുക, rearrange your priorities. Redeem your time. നിന്റെ സമയം നമ്മളോട് പറഞ്ഞിരിക്കുക, ഇത് ദുഷ്കാലമാകിയാൽ സമയം എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? തക്കത്തിൽ ഉപയോഗിപ്പീൻ. ആ പദം എന്ന് പറയുന്നത് redeem your time. Praise the Lord. നിങ്ങൾ പറയും എനിക്കൊരു സമയവുമില്ല. ഉണ്ട് സഹോദര സമയമുണ്ട്. 24 മണിക്കൂറിനകത്ത് എവിടെയൊക്കെയോ ദൈവത്തിന് വേണ്ടിയുള്ള സമയമുണ്ട്, പ്രാർത്ഥനയ്ക്കുള്ള സമയമുണ്ട്, ഉപവാസമുള്ള സമയമുണ്ട്, സാക്ഷ്യം പറയാനുള്ള സമയമുണ്ട്, സുവിശേഷ വേലക്കുള്ള സമയമുണ്ട്. Redeem your time. നീ പിക്ക് ചെയ്തോണം. നിനക്കുള്ള 5 മിനിറ്റ് ആയിരിക്കാം, വണ്ടി ഓടിക്കുമ്പോഴത്തെ സമയമായിരിക്കാം, അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന സമയത്തായിരിക്കാം. Redeem your time. Redeem your heart. 2 പേര് കിടക്കയിലായിരിക്കും. ഒരുത്തൻ എടുക്കപ്പെടും, ഒരുത്തൻ കൈവിടപ്പെടും. 2 പേര് വയലിലായിരിക്കുന്ന വേദോസം പറഞ്ഞിരിക്കുന്നത്. 2 പേരും വിശ്വാസികളാ, വയലിൽ പോയിരിക്കുക. പക്ഷെ എന്ത് ചെയ്തു? കാഹളം ധ്വനിച്ചു. ഒരുത്തൻ എടുക്കപ്പെട്ടു, മറ്റവൻ എന്ത് ചെയ്തു? കൈവിടപ്പെട്ടു. എന്താ സംഭവിച്ചത്? ഒരുത്തൻ്റെ ഹൃദയം വയലിനകത്തായിപ്പോയി, മറ്റവൻ്റെ ഹൃദയം അവൻ റെഡീം ചെയ്തുകൊണ്ടിരുന്നു. കൈ കൊണ്ട് വർക്ക് ചെയ്തപ്പോൾ മറ്റേ കയ്യിൽ ഹൃദയം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവന്റെ 2 കൈയും വിട്ടേച്ച് വയലിൽ അധ്വാനിച്ചപ്പോൾ അവന്റെ ഹൃദയം അതിനകത്ത് പോയി. ദൈവത്തിൽ നിനക്ക് ജോലി ഉണ്ടെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിലും അതിനകത്തൊന്നും നീ ഭാരപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കാര്യം നീ ശ്രദ്ധിച്ചോണം, നിന്റെ ഹൃദയം വയലിൽ പോകാതിരിപ്പാൻ സൂക്ഷിച്ചോണം. Redeem your heart. Redeem your time. മാർത്തയോട് കർത്താവിന് ഒരു ദൂത് പറയാനുണ്ട്. മാർത്തയെ, നീ പലതിനെ ചൊല്ലി എന്ത് ചെയ്യുക? വിചാരപ്പെട്ടിരിക്കുക. ഒന്ന് മതി. അത് നിന്റെ സഹോദരി കണ്ടെത്തി കഴിഞ്ഞു. പക്ഷെ നീ ഇപ്പോഴും അടുക്കള കറങ്ങുക. Redeem your devotion. നിന്റെ ഭക്തി, നിന്റെ ആരാധന നീ വീണ്ടെടുത്തോണം. Praise the Lord. Hallelujah. You rise up, church. Redeem your time. Redeem your heart. Redeem your devotion. The last thing I want to say is actually rearrange your priorities. യേശു മടങ്ങി വരുന്നുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമുണ്ട്. അതായത് ഒരു വലിയ യുദ്ധത്തിൽ ബ്രിട്ടൻ ഏർപ്പെടുകയാണെങ്കിൽ ഇവിടുത്തെ പാർലമെന്റ് ഒരുമിച്ച് കൂടിയേച്ച് അവരെടുക്കുന്ന തീരുമാനങ്ങളുണ്ട്. ഒരുമിച്ച് കൂടിയേച്ച് അവർ തീരുമാനിക്കുന്നത് പല കാര്യങ്ങൾ റീഅറേഞ്ച്, യുദ്ധകാല അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഒന്ന് പുനഃക്രമീകരിക്കും. Did you hear what I said? യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പുനഃക്രമീകരിക്കും. യേശു വരുന്നെന്ന് യേശു പറയുക, Behold, I come quickly. ഇതാ ഞാൻ വേഗം വരുന്നു. നീ ചില കാര്യങ്ങളിൽ ഒരു പുനഃക്രമീകരണം നടത്തേണ്ടത് വളരെ ആവശ്യമായിരിക്കുക. Rearrange your priorities. നിന്റെ പ്രയോറിറ്റീസിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. ഞാൻ രാവിലെ സംസാരിച്ചപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞു. വിവാഹം കഴിച്ചവരോട് പറയാം, ഇനി നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു. വിവാഹം കഴിക്കാത്തവരെ പോലെ. അതിൻ്റെ അർത്ഥം എന്തുവാ?
To the married, I say, live as if you are not married. Praise the Lord. ഒരു കാര്യം ഓർത്തോണേ, ദൈവദാസന്മാർക്ക് പലർക്കും ഒരു കാര്യം പറയാനുണ്ട്, സുവിശേഷന്മാർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങളീ പല ആളുകളും വിവാഹം കഴിക്കാത്തവരെ ജീവിച്ചതുകൊണ്ടും യാത്ര ചെയ്തതുകൊണ്ടാണ് പലരും സുവിശേഷം കേട്ടത്. ഞങ്ങളെ അതിനുവേണ്ടി പറഞ്ഞു വിട്ട് വിവാഹം കഴിക്കാത്തവരെ പോലെ വീട്ടിൽ കുഞ്ഞുങ്ങളെയും നോക്കി നടന്ന ഞങ്ങളുടെ ഭാര്യമാരുള്ളത് കൊണ്ടായിരുന്നു സുവിശേഷം കേട്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തിരുന്ന് ടിവിയും കണ്ട് കഴിച്ചിരിക്കുന്ന സമയമല്ല, നീ ഇറങ്ങി പോകേണ്ട സമയമാ. വീട്ടിലിരുന്ന് അച്ചായ വീട്ടിലിരുന്ന് ഇവിടുത്തെ കാര്യം നോക്കുന്നു പറയാതെ, അച്ചായ നിങ്ങൾ പൊക്കോ, യു ജസ്റ്റ് ഗോ ഔട്ട്സൈഡ് ആൻഡ് ഡു സംതിങ് ഫോർ ഗോഡ്. ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിക്കുക, ചിലരോട് സാക്ഷ്യം പറ, വഴിയിൽ പോയി ട്രാക്ട് കൊടുക്കുക, ഡു സംതിങ്, റീഅറേഞ്ച് യുവർ പ്രയോറിറ്റീസ്. ദുഃഖിക്കുന്നവരോട് പറയാ, മോൺ ചെയ്യുന്നവരോട് പറയാ, ഇനി നിങ്ങൾ ദുഃഖിക്കാത്തവരെ പോലെ ജീവിക്കണം, കർത്താവ് വരാൻ പോവുക. ഞാൻ രാവിലെ അതേപ്പറ്റി പറഞ്ഞതുകൊണ്ട് ലെറ്റ് മീ മൂവ് ഓൺ ടു അടുത്ത വേറെ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. വിലയ്ക്ക് വാങ്ങുന്നവർ, വിലയ്ക്ക് വാങ്ങുന്നവര് കൈവശം വെക്ക എന്ന് പറഞ്ഞാൽ, നീ ഇനി വിലയ്ക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോണം. നിന്റെ വീട്ടിലോട്ട് കയറി വെച്ച് ആ സാരി തൂക്കിയുന്ന ക്ലോസറ്റിലേക്ക് നോക്കിച്ച് പറയണം, യേശു വരിക. നിന്റെ ഷൂറാക്കിലേക്ക് എന്നുവെച്ച് പറയാ, യേശു വരിക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാരി കൂട്ടി വെച്ച് എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ വാരിക്കളയുമ്പോൾ ചോദിച്ചോണം, യേശു വരിക. യേശു വരുന്നെന്ന വിഷയം നിന്റെ ഫ്രിഡ്ജ് അറിയണം. യേശു വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലോസറ്റ് അറിയണം. യേശു വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷൂറാക്ക് അറിയണം. കിങ്ഡത്തിന്റെ ദൈവരാജ്യത്തിൽ യേശു മടങ്ങി വരുന്ന അടിസ്ഥാനത്തിൽ റീഅറേഞ്ച് യുവർ പ്രയോറിറ്റീസ്. എവിടെ നമുക്ക് ഒന്ന് കട്ട് ചെയ്യാൻ ഒക്കുമോ അത് കട്ട് ചെയ്ത് സെൻഡ് ഔട്ട് ടു ഗോഡ്സ് വർക്ക്, സോ ദാറ്റ് സംബഡി വിൽ കം ടു നോ ജീസസ്. എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ എവിടെ നമുക്ക് കട്ട് ചെയ്യുവാൻ കഴിയുമോ അതൊന്ന് ചുരുക്കി വെച്ച് ഈ ദിവസങ്ങളിൽ അത് മാറ്റി വെച്ചേച്ച് നമുക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാം. റീഅറേഞ്ച് യുവർ പ്രയോറിറ്റീസ് ബിക്കോസ് ജീസസ് ഈസ് കമ്മിങ് ബാക്ക്. ഐ ജസ്റ്റ് വാണ്ട് ടു സേ ദോസ് ത്രീ തിങ്സ് വൺസ് അഗൈൻ ആൻഡ് ഐ ക്ലോസ് യു. Redeem your time, rise up from your sleep, rearrange your priorities. നിങ്ങളുടെ പ്രതിഫലം നഷ്ടപ്പെടുവാൻ അനുവദിക്കരുത്. ഒരു മനുഷ്യനും ഒന്നും ആരും നിന്റെ കിരീടം എടുപ്പാൻ നീ അനുവദിക്കരുത്. എല്ലാവർക്കും എഴുന്നേൽക്കുക ഒരു നിമിഷം. ദൈവം, shall we all stand? Hallelujah, hallelujah. 2 ദിവസം വളരെ ശക്തമായ ഭാഷയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമ്മളോട് സംസ്കൃതമായി സംസാരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഇതാ ഞാൻ വേഗം വരുന്നു. Behold, I come quickly. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ, നിനക്കുള്ളത് പിടിച്ചുകൊള്ളുവാൻ കർത്താവ് വളരെ ശക്തമായിട്ട് നമ്മളോട് സംസാരിച്ചു. ഇന്ന് രാത്രി ഒരു പ്രാവശ്യം കൂടെ ഞാനത് എടുത്ത ദൈവമക്കളോട് പറയുക, ഹല്ലേലൂയ, യേശു മടങ്ങി വരുവാൻ സമയം. അത് വിശ്വസിക്കുന്ന ഒരു കരങ്ങളെ ഉയർത്തിയെന്ന് സ്തോത്രം ചെയ്തേ. എൻ്റെ യേശു മടങ്ങി വരുവാൻ പോകുക. ഹല്ലേലൂയ. കാഹളത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുവാൻ പോകുക. ഈ ദിവസങ്ങളിൽ ഒന്നിൽ എൻ്റെ യേശു മടങ്ങി വരും. ഇന്ന് രാത്രി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക. യേശു മടങ്ങി വരുന്നു എന്നുള്ള ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഉറക്കത്തിൽ ഞാൻ എഴുന്നേൽക്കുവാൻ പോകുക. ശീതവാനും ഉഷ്ണവാനുമായിട്ട് ജീവിക്കുന്ന പ്രവൃത്തിക്ക് അവസാനം വരുത്തുവാൻ പോകുക. I am going to get on fire for God. ഞാൻ കർത്താവിന് വേണ്ടി ചൂടുപിടിക്കുവാൻ പോകുക. ഹല്ലേലൂയ. ഉറക്കത്തിൽ ഞാൻ എഴുന്നേൽക്കാൻ പോകുക. Rearrange your priorities. എൻ്റെ ജീവിതത്തിലെ മുൻഗണനകൾക്ക് ഒരു പുനഃക്രമീകരണം ഞാൻ ചെയ്യാനായിട്ട് പോകുക. Praise God. Hallelujah. Hallelujah. I'm going to make a difference in my life. എൻ്റെ ഉറക്കം ഞാൻ കട്ട് ചെയ്യാൻ പോകുക. എൻ്റെ ജീവിതത്തിൽ പാഴായി ചെലവഴിക്കുന്ന പലതും ഞാൻ മാറ്റിവെക്കുവാൻ പോകുക. അതെല്ലാം ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കുവാൻ പോകുക. I am going to spend my life in God's kingdom, in the extension of God's kingdom. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. വചനത്തോട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഈ വചനത്തിനു മുമ്പിൽ എന്നെ ഇന്ന് രാത്രി സമർപ്പിക്കുന്നു. നിന്റെ വചനത്തോട് ഭക്തിയുള്ളവനായി ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. ആ ദൈവരാജ്യത്തിൻ്റെ പ്രജയ്ക്ക് യോജിച്ച രീതിയിൽ ഞാൻ ജീവിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. എൻ്റെ അകത്ത് റാഡിക്കൽ റീകൺസ്ട്രക്ഷൻ ആവശ്യമാണ് കർത്താവേ. ഞാൻ എഴുന്നേൽക്കാൻ പോവുക. ഇനി ഉറങ്ങില്ല കർത്താവേ. ഞാൻ എഴുന്നേൽക്കാൻ പോവുക. ഞാൻ ചിലത് വീണ്ടെടുക്കാൻ പോയി. എൻ്റെ സമയത്ത്, എൻ്റെ ഭക്തിയെ, എൻ്റെ ഡിവോഷനെ ഞാൻ വീണ്ടെടുക്കാൻ പോവുക. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൻ്റെ മുൻഗണനകളെ ഞാൻ പുനഃക്രമീകരിക്കാൻ പോവുക. ഇന്ന് രാത്രി
നിങ്ങളുടെ തീരുമാനം അതാണെങ്കിൽ ഈ മീറ്റിംഗ് ഇവിടെ അവസാനിക്കും. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനോട് ആ തീരുമാനം നമുക്ക് അറിയിക്കാം. കർത്താവേ, ഈ കോൺഫറൻസ് കഴിഞ്ഞ് ഞാൻ പോവുകയാണ്. നീ വരുന്നു എന്നുള്ള വലിയ ചിന്ത എൻ്റെ അകത്തുണ്ട് കർത്താവേ. എനിക്കുള്ളത് ഞാൻ മുറുകെ പിടിക്കാൻ പോവുക. എൻ്റെ കിരീടം ആരും എടുക്കുവാൻ ഞാൻ ഇനി അനുവദിക്കുന്നില്ല. പ്രിയ കർത്താവേ, ഇന്ന് രാത്രി തിരുസന്നിധിയിലായിരിക്കുന്ന നിന്റെ ജനത്തിനായി സ്തോത്രം. അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. വചനത്തിനു മുമ്പിൽ തന്നെത്താൻ താഴ്ത്തി ഏൽപ്പിച്ചിരിക്കുന്ന നിന്റെ ജനത്തെ കർത്താവ് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ തീരുമാനത്തിന്മേൽ കർത്താവ് മുദ്ര വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, അങ്ങ് മടങ്ങി വരുമ്പോൾ ഒരു സൈന്യമായി UK-യിൽ നിന്ന് കർത്താവെ നിന്നെ എതിരേൽപ്പാൻ ഒരു കൂട്ടം ആളുകളെ ദൈവം എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആത്മാവിലും ശക്തിയിലും ഹല്ലേലൂയ ദൈവകൃപയിലും ശക്തിപ്പെട്ട ഒരു കൂട്ടം വിശ്വാസികളെ ഇവിടെ നീ വളർത്തിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തങ്ങൾക്കുള്ളത് പിടിച്ചുകൊള്ളുന്ന ഒരു കൂട്ടം ആളുകളെ കർത്താവ് അവരുടെ കിരീടം ആരും എടുക്കുവാൻ അനുവദിക്കാതെ ഈ ഓട്ടത്തിൽ ശക്തിയോടെ ഓടുന്നവരെ കർത്താവെ നീ സൂക്ഷിക്കണമേ. നീ നിന്റെ മക്കളുടെ തീരുമാനത്തിന്മേൽ മഴയും മഞ്ഞും അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളുടെ സ്തോത്രം യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. MBS സുവനീറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് ഇവിടെ പുറകിൽ ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു. അതിനകത്ത് എല്ലാവരും കോപ്പറേറ്റ് ചെയ്ത് എല്ലാവരും വാങ്ങിച്ചു. എന്നാൽ മറ്റൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് ഇതിൻ്റെ ബുക്ക് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. MBSsouvenir.com പുതിയൊരു വെബ്സൈറ്റ് നമ്മൾ തുടങ്ങി. നമ്മൾ ഇതിൻ്റെ പ്രത്യേക സൈറ്റ് വാങ്ങിക്കുകയും അതുപോലെ അതിൻ്റെ സ്പേസ് വാങ്ങിക്കുകയും അതുപോലെ പ്രത്യേക ഒരു ടൂളൊക്കെ വാങ്ങിച്ച് നമ്മൾ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് സാധാരണഗതിയിൽ ആരും ചെയ്യാത്തതാണ്. വലിയ അല്ലെങ്കിൽ മലയാള മനോരമ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സംരംഭമാണ്. ക്രിസ്തീയ ലോകത്തിൽ എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. ബുക്ക്, അതായത് PDF കോപ്പി പോലെയുള്ളൊരു കോപ്പി അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കിത് പൂർണ്ണമായിട്ടും നമ്മുടെ ഹാർഡ് കോപ്പി കാണുന്നത് പോലെ ഓരോ പേജും മറിച്ച് നമുക്ക് ഇഷ്ടമുള്ള ലൊക്കേഷനിൽ പോകുവാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുകയോ അല്ലെങ്കിൽ LR ചെയ്യുകയോ അല്ലെങ്കിൽ അതുപോലെ ഒത്തിരി ഫെസിലിറ്റി ഉള്ള ഒരു സൈറ്റാണ്. അതുപോലെ നിങ്ങൾക്ക് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ Google Plusലോ എവിടെ വേണമെങ്കിലും ഷെയർ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി എല്ലാം ഇതിനകത്തുണ്ട്. നിങ്ങൾ ഈ സൈറ്റ് വെബ്സൈറ്റിലോട്ട് കടന്നു പോകണം. ഇത് ഇനാഗ്രേറ്റ് ചെയ്യാനായിട്ട് MBയുടെ ട്രസ്റ്റി ആയിരിക്കുന്ന പാസ്റ്റർ ജെയിംസ് കോശിയെ ഞാൻ മുന്നോട്ട് ക്ഷണിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇത് ഓപ്പണിംഗ് ചെയ്യുന്നതിന് മുമ്പ്, ഇനാഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നൽകുവാനായി ഇവിടെ സുവനീർ ലഭ്യമായി. നിങ്ങൾ മിക്കപേരും ക്യാഷ് തന്നത് വാങ്ങിച്ചു. എന്നാൽ ആരെങ്കിലും ക്യാഷ് കൊടുക്കുവാൻ കഴിയാതെ ഇവിടെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കോപ്പി നിങ്ങൾ എടുത്തുകൊണ്ട് മാത്രമേ പോകാമെന്ന് ഉറപ്പിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒന്നിലധികം കോപ്പി ഇപ്പോഴും ആവശ്യമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ആ കൗണ്ടറിൽ ചെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൊണേഷൻ കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കുക. അല്ലെങ്കിൽ തുറന്നു പറയുക, ഐ ഡോണ്ട് ഹാവ് എനി മണി, എനിക്കൊരു കോപ്പിയുടെ വേണമെന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ട് കോപ്പിയുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ കോപ്പി കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു നല്ല സദ്വർത്തമാനം ഒന്ന് കരം അടിച്ച് സ്വീകരിച്ചാണ്. പാസ്റ്റേഴ്സ് പ്ലീസ്, നിങ്ങൾ പോകുന്നതിന് മുമ്പ് MBയുടെ സുവനീറിൻ്റെ കോപ്പി നിങ്ങൾക്ക് വേണ്ടത്രയും വാങ്ങിച്ചുകൊണ്ട് മാത്രമേ പോകാമെന്ന് ഓർപ്പിക്കുന്നു. ഇറ്റ് ഇസ് ഫ്രീ ഫോർ യു നൗ. ഓക്കെ, എല്ലാ അഡ്വർടൈസ്മെൻറ്റ് തന്നവരും കോംപ്ലിമെൻറ്റ്സ് തന്നവരും ഗ്രീറ്റിംഗ്സ് തന്നവരും ഒരു കോപ്പിയെങ്കിലും സ്വയത്തമാക്കി കൈവശമാക്കിയിട്ട് മാത്രമേ പോകാമെന്ന് ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. MBSsouvenir.com ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ എല്ലാവരെയും സാക്ഷിയാക്കി ഈ സൈറ്റ് ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു. MBയുടെ 10ാമത് വാർഷിക കോൺഫറൻസിനോടനുബന്ധിച്ച് നടന്ന യൂത്തിൻ്റെ ടാലൻറ്റ് ടെസ്റ്റിൽ എല്ലാവരും പങ്കെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകം ഞാൻ MBയുടെ യൂത്ത് കോർഡിനേറ്ററായിട്ട് ആദ്യമായി നടത്തുന്ന യൂത്ത് ടാലൻറ്റ് ടെസ്റ്റിൽ നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം എനിക്ക് ലഭ്യമായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് പ്രത്യേകം നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. അതുപോലെ തന്നെ എന്നോടൊപ്പം സഹകരിച്ച എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും പ്രത്യേകം എൻ്റെ സഭയിൽ നിന്നല്ല അകമഴിഞ്ഞ് മറ്റുള്ള സഭയിൽ നിന്നും എല്ലാം സഹകരിച്ച, അതുപോലെ തന്നെ ജഡ്ജസായി കടന്നു വന്ന് സഹകരിച്ച എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി നിങ്ങളോട് അറിയിക്കുന്നു. റിസൾട്ട് നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന റിസൾട്ട് പബ്ലിഷ് ചെയ്യുവാൻ, റിസൾട്ട് അനൗൺസ് ചെയ്യുവാൻ ബ്രദർ ജോവിൻ ജോർജിനെ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
Are we all excited? Oh, you don't sound excited enough. I'm going to ask you that again. Are you all excited? How many people do you think are in here? I could only hear about 100. Are you all excited for the results? Super. Brilliant, brilliant. Right. I see our young kids, sub-juniors, juniors, seniors, all looking forward to the results. I have the results here. Does anybody know who's come first, second? No. It's been very discreet. Right, we're going to start with sub-juniors. The first topic for sub-juniors was a storytelling that took place. And we're going to invite Pastor Saji Matthew to give out the trophy and the certificate that has been allocated for the winners. For storytelling, the first prize has gone to Southall Church of God. Can everybody give them a round of applause? And it's for Daniel Dennis. Can Daniel Dennis come forward, please? Daniel Dennis. Yay, come on. Well done, Daniel. Just a quick notice, if you think there are any errors in the certificate, please do let us know and we'll get that sorted for you. And the second prize for the storytelling has gone to Shana Biju from Brighton Christian Fellowship. Shana Biju from Brighton Christian Fellowship. Sub-junior storytelling. Could somebody, if the person cannot come forward, can you please send a representative? Okay. Next, memory verse for sub-juniors. The first prize has gone to Calvin Finney from Wycombe Prayer Center. Calvin Finney, could you come forward, please? Second, for memory verse for sub-juniors was Blessing from Monium Pentecostal, Manchester. Blessing, second prize from Monium Pentecostal, Manchester. Sub-juniors action song. First prize has gone to Carmel Prayer Center, Haywards Heath. Can you send a representative up, please? Carmel Prayer Center, Haywards Heath. Second prize for action song has gone to West London Church of God. Second prize for action song has gone to West London Church of God. I've got a special announcement to make. We've had a 9-year-old amidst us today who wasn't able to show his talent of reciting Psalms, the whole Psalms of 119. His sheer determination of even reciting 109 deserves a huge round of applause. Can I please ask Blessing Matthew from Manchester to come forward? Blessing Matthew from Manchester, could you please come forward? And we have a gift for you. That's Blessing Matthew from Manchester, who is prepared to recite Psalms 119. Next, we're going to go to the solo. Can I please invite Pastor T.S. Matthew to come forward and hand out the trophy and certificate. For solo male, the first prize went to Crystal Wilson from Reading Prayer Center. First prize, Crystal Wilson from Reading Prayer Center. The second prize for solo male has gone to Kevin Verghese from West London Church of God. Kevin Verghese from West London Church of God. Solo for female, the first prize
has gone to Scotland Church of God, Sharon Thomas. First prize has gone to Sharon Thomas from Scotland Church of God. Second prize. The second prize for female has gone to Meryl Phillip from Reading Prayer Centre. Solo female. Second prize has gone to Meryl Phillip from Reading Prayer Centre. Intermediates. Solo male has gone to Vivek Joseph from Victory Asian Church from Southampton. Victory Asian Church from Southampton. Second prize for solo male has gone to Joshua Augustine from Carmel Prayer Centre, Haywards Heath. Intermediate solo female. Intermediate solo female has gone to, the first has gone to Reba Prakash from Victory Worship Centre, Oxford. First prize to Reba Prakash from Victory Worship Centre, Oxford. The second prize for solo female has gone to Jemmy from Tolworth. Second prize, Tolworth Emmanuel Church. I'm going to invite Pastor Binoy to hand out the certificate and trophies for the seniors. Senior solo, solo male, the first prize has gone to Ashish Anthony from Carmel Victory Worship Centre in Haywards Heath. Ashish Anthony. Second prize has gone to Jacob Matthew from Victory Worship Centre, Haywards Heath. Solo male, the first prize has gone to Neiliman Johnson from Leighton Emmanuel Pentecostal. The second prize in solo female has gone to Rani Phillip from Victory Asian Southampton. Second prize solo female has gone to Rani Phillip from Victory Asian Southampton. Super senior solo male, the first prize has gone to Georgie John from CPC Haywards Heath. Super senior solo first, Georgie John from CPC Haywards Heath. Second prize has gone to Shaji Matthew from CPC Haywards Heath. Second prize, Shaji Matthew from CPC Haywards Heath. Females, super senior solo. The first prize has gone to Vinnie Joseph from Victory Asian Fellowship Southampton. Second prize has gone to Princey from IPC Cambridge. Second prize to Princey from IPC Cambridge. Can I please ask? Second prize for super seniors has gone to Princey from IPC Cambridge. Is there anybody from Cambridge who can come and collect that? Okay. May I please ask Pastor James Koshi to come and hand out certificates and trophy for Bible quiz. Juniors, first prize has gone to Michelle George from IPC Bristol. First prize, Michelle George from IPC Bristol. Second prize has gone to Dina James from Brighton Christian Fellowship. Second prize to Dina James from Brighton Christian Fellowship. Intermediates Bible quiz. First prize has gone to Priscilla Johnson from Wembley Christian Fellowship. Intermediate first prize has gone to Priscilla Johnson, Wembley Christian Fellowship. Second prize for Bible quiz has gone to Janie Raj from West London Church of God. Intermediate second prize has gone to Janie Raj, West London Church of God. Seniors Bible quiz, first prize has gone to Praveen Matthew from Tolworth Emmanuel Church. Seniors first prize has gone to Praveen Matthew from Tolworth Church. Second prize for seniors Bible quiz has gone to Faber Rexon from West London Church of God. Second prize to Faber Rexon from West London Church of God.
Super Seniors Bible Quiz. First prize is gone to Joyce John from Manium Pentecostal, Manchester. Super Seniors Bible Quiz, Joyce John. Super Seniors second prize has gone to Jilsa Dennis from Southall Church of God. Second prize for Bible Quiz has gone to Jilsa Dennis, Southall Church of God. Can I please invite Pastor James Shamel to come forward? Memory verse for juniors. First prize has gone to Eva Pereira from West London Church of God. First prize, Eva Pereira. Second prize for juniors has gone to Michelle George from IPC Bristol. Intermediates, first prize for memory verse has gone to Janie Raj